السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, അല്ലാഹ് ജല്ല ജലാലുഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ് സന്താനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തെ സംരക്ഷിക്കുക, ഈ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നത് ഈ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. സഹോദരങ്ങളെ, നമ്മുടെ സന്താനങ്ങളെ നാം എപ്രകാരം ബാഹ്യമായ അപകടങ്ങളിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടോ, അതുപോലെ തന്നെ ബാഹ്യമായി നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന പല അപകടങ്ങളും ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുകയില്ല, എന്നാൽ അത് പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നും നമ്മുടെ സന്താനങ്ങളെ സംരക്ഷിക്കേണ്ടത് വലിയൊരു ബാധ്യതയാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് പലപ്പോഴും ബാഹ്യമായ ചില പ്രവർത്തനങ്ങളിലൂടെ, ബാഹ്യമായ ചില പരിപാടികളിലൂടെ നമുക്ക് ചിലപ്പോൾ അവരെ സംരക്ഷിക്കാൻ, അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളാണ്. അങ്ങനെയുള്ള ഒരു അമലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതൊരു ദുആയാണ്. ഈ ദുആ പഠിക്കുകയും നമ്മൾ ഒന്നെങ്കിൽ ഈ ദുആ കാണാതെ പഠിക്കുക, അതല്ല എങ്കിൽ നോക്കിയാണെങ്കിലും നമ്മുടെ മക്കളെ ദിവസവും നാം ഈ ദുആ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. പ്രത്യേകിച്ചും അവർ മദ്രസയിലോട്ടും സ്കൂളിലോട്ടും പുറത്തോട്ടുമൊക്കെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നാം ഈ ദുആ ഓതി അവരെ ഊതുക. അതവർക്ക് വലിയ പ്രയോജനം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ശ്രദ്ധിക്കുക. അഊദു ബികലിമാതില്ലാഹി തആമ്മ. ഉച്ചാരണം ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക. അഊദു അഊദു ബികലിമാതില്ലാഹി തആമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു, എന്നോടൊപ്പം പറയുക. അഊദു ബികലിമാതില്ലാഹി തആമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ
വമിൻ കുല്ലി ഐനിൻ ലാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. عن عبد الله بن عباس رضي الله عنهما قال كان النبي صلى الله عليه وسلم يعوذ الحسن والحسين ويقول إن أباكما كان يعوذ بها إسماعيل وإسحاق أعوذ بكلمات الله التامة. ബഹുമാനിയരെ, ഈ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അമലാണിത്. ഇത് നമ്മൾ പതിവാക്കണം. ദിവസവും നമ്മുടെ മക്കൾക്ക് നമ്മളിത് ഈ ദുആ ഓതി അവരെ ഊതണം. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ദുആ നമ്മൾ പാരായണം ചെയ്യണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ഈ ദുആ, ഈ പ്രാർത്ഥന ഓതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയത്തിൽ കൊണ്ടുവരുന്നതായിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദ് അൽ ഹസൻ വൽ ഹുസൈൻ, ഈ ദുആ ഓതി അവരെ സംരക്ഷിക്കുന്നതാണ്. അവരെ സംരക്ഷിക്കുമായിരുന്നു ഈ ദുആ ഓതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുമായിരുന്നു, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ദുആ ഓതി സന്താനങ്ങളായ ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും സംരക്ഷിക്കുമായിരുന്നു. എത്ര പ്രാധാന്യമുള്ള ദുആയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മക്കളെ ഈ ദുആ ഓതി അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയത്തിൽ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, എന്ത്? നിങ്ങളുടെ പിതാവായ അഥവാ പൂർവ്വ പിതാവായ മഹാൻ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളെയും ഇപ്രകാരം ചെയ്യുമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ ദുആ വളരെ പ്രധാനപ്പെട്ടൊരു ദുആയാണ്. ഇത് നമ്മുടെ ദിവസമുള്ള ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം ഈ ദുആയെ മാറ്റണം. തൻ്റെ മക്കളെ, മകളെ, മകനെ, അതിനി കൊച്ചുകുട്ടികളായിരുന്നാലും വലിയവരായിരുന്നാലും മക്കളാണ്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദിവസവും നമ്മൾ ഈ ദുആ ഓതുക. പ്രത്യേകിച്ച് അവർ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കാവലിൽ അവർ വരുന്നതാണ്. എന്താണ് ദുആഇൻ്റെ അർത്ഥം? എല്ലാ പിശാചിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, ദുഷ്ട കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ ശരണം തേടുന്നു, കാവൽ തേടുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത സഹീഹ് ആയ ഹദീസ് ആണിത്. എല്ലാ പിശാചിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, ദുഷ്ട കണ്ണുകളിൽ നിന്നും, അതായത് കണ്ണേറെന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള കണ്ണേറുകൾ, അങ്ങനെയുള്ള ദുഷ്ട കണ്ണുകൾ അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ സഹായം തേടുന്നു, കാവൽ തേടുന്നു. അഊദു, ഞാൻ കാവൽ തേടുന്നു. ആരോട്? അള്ളാഹുവിനോട്.
ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതല്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, അങ്ങനെ എന്തുമാകാം, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന ഞാൻ കാവൽ തേടുന്നു. എന്തിൽ നിന്നുമാണ് കാവൽ തേടുന്നത്? മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ പിശാചുകളിൽ നിന്നും, വഹാമ്മ, വിഷജന്തുക്കളിൽ നിന്നും. അല്ലേ, നമ്മുടെ സന്താനങ്ങൾ, മക്കള്, അവരെ ശൈത്താനിൽ നിന്നും സംരക്ഷിക്കണം. അത് നമ്മുടെ ബാഹ്യമായ ദൃഷ്ടിയിൽ പെടാത്ത ഒരു മറഞ്ഞിരിക്കുന്ന അപകടമാണ്. അതിൽ നിന്നും സംരക്ഷിക്കണം. വഹാമ്മ, വിഷജന്തുക്കളിൽ നിന്ന് സംരക്ഷിക്കണം. അള്ളാഹു കാക്കട്ടെ, എത്രയോ ജീവികൾ വിഷമുള്ളത് ഈ ഭൂമിയിലുണ്ട്. പാമ്പാകാം, തേളാകാം, എന്തുമായിക്കോട്ടെ. അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കള് സംരക്ഷിക്കപ്പെടണം. അപകടം ഏത് വഴിയിലൂടെയാണ് വരുന്നത് എന്ന് നമുക്കറിയില്ല. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ദുഷ്ട കണ്ണുകളിൽ നിന്നും. അതായത് ആ കണ്ണ് നമ്മളിലേക്ക് പതിച്ചാൽ, ആ നോട്ടം, ആ ഒരു വ്യക്തിയുടെ നോട്ടം നമ്മളിലേക്ക് പതിച്ചാൽ അത് നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലായി പോകുന്നതാണ്. കണ്ണീർ, അതുപോലെയുള്ള മറ്റ് ശർവപരമായ നോട്ടങ്ങൾ, അതിന് മനുഷ്യൻ്റേതുമാകാം, ജിന്നുകളുടേതാകാം, ആരുടേതുമാകാം. അപ്പോൾ സഹോദരങ്ങളെ, നാം ഈ ഒരു പ്രാർത്ഥന പഠിക്കുക. ഇത് നമ്മൾ നമ്മുടെ മക്കളെ ദിവസവും, മദ്രസയിൽ പോകുന്ന മക്കൾ, സ്കൂളിലേക്ക് പോകുന്ന മക്കൾ, പുറത്ത് കളിക്കാൻ പോകുന്ന മക്കൾ, അവരെ ഒന്ന് മുന്നിൽ നിർത്തി ഇതൊന്ന് ഓതി, ഒന്ന് ഊതി, ഒന്ന് തടവി, അവരുടെ തലയിൽ കൈവച്ച് അള്ളാഹുവിനോട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്ത് അവരെ അയക്കുമ്പോൾ, അതല്ലെങ്കിൽ ദിവസവും നാം ഇത് ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, മനസ്സിനും വലിയ സംതൃപ്തിയാണ്. അള്ളാഹുവിന് പ്രത്യേകമായ ഒരു സംരക്ഷണ കവചം അവരുടെ 4 ഭാഗത്തും ഉണ്ടാകുന്നതാണ്. അള്ളാഹു ജല്ല ജലാലുഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.